ഫുഡ് ഫോക്കസ് അപ്പോൾ നമ്മൾ അത്യാവശ്യം മരങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? നോക്കാം, ഇത് ഒരു വ്യത്യസ്തമായ മരമാണ്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ മുറിവ് ചെറുതെടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ദ്രാവകത്തിൻ്റെ കളർ നമ്മുടെ രക്തത്തിൻ്റെ ചോരയുടെ കളറാണ്. അതുകൊണ്ട് അതിന് ചോരക്കാലി എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്നെ, ചോരക്കാലി. അത് നമ്മളായിട്ട് ഉപകാരപ്പെടുത്തുന്ന മനുഷ്യനായിട്ട് ഉപകാരപ്പെടുത്താത്ത, പക്ഷേ മൃഗങ്ങളായിട്ട് ഉറപ്പുമായിട്ട് ഉപകാരപ്പെടുത്തുന്നുണ്ട്. അവർ നമ്മളെക്കാൾ കൂടുതൽ അതിർത്തി തിരിക്കുന്ന ആൾക്കാരാണ്. ആൾക്കാരുടെ കൂടി അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് പൊക്കത്ത് മേടിച്ചാൽ കുറച്ച് തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് വേണ്ട ഒരു മലമുരിയാണ്, യഥാർത്ഥത്തിൽ മലമുരിയാണ്. വെള്ളിലാവ് എന്ന് പറഞ്ഞ വൃക്ഷമാണ് വെള്ളിലാവ്. ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് പടം പൊഴിച്ചിട്ട് നല്ല ഫ്രഷ് വൈറ്റ് ആയി. അതായത് നല്ല വെള്ളയാണ് സമയത്ത് ഇതിനെ വേനൽ കിടക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ വിളിക്കുന്നത്, നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കില്ല നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ സുഹൃത്തുക്കളോ വിളിക്കുന്നത് കാനന സുന്ദരി. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കാട്ടിലെ സുന്ദരി എന്ന് പറയുന്നത് കാനന സുന്ദരി. നമ്മൾ ഇത് ടവർ എടുക്കുന്നുണ്ടോ, ഇടമലയാറ് ഇന്ന് വൈദ്യുതി വന്നുകൊണ്ടിരുന്ന ലൈനാണ്. ഇപ്പോൾ അത് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയതായി, ടവർ പഴയതായതുകൊണ്ട് കൊച്ചു വരികയോ പിള്ളേരൊന്നും കൊടുത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ സൗണ്ട് അപ്രതീക്ഷിതമായ സൗണ്ട് അവരെ ഭയപ്പെടുത്തിരിക്കും. കാരണം നമ്മളാണെങ്കിലും എന്തെങ്കിലും ആലോചിച്ച് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ച് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുക, ഒരു കരിയില വീണാൽ പോലും നമ്മൾ ഇല്ല കയറാൻ പറ്റില്ലെന്നേ. ടവർ എടുക്കുന്നുണ്ടോ, ഇടമലയാറ് ഇന്ന് വൈദ്യുതി വന്നുകൊണ്ടിരുന്ന ലൈനാണ്. ഇപ്പോൾ അത് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയതായി, ടവർ പഴയതായി. ഞാൻ വിളിച്ചു ചോദിച്ചു